മാഷാ അല്ലാഹ്. നമ്മുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അനന്തപുരി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദരണീയരായ കാന്തപുര ഉസ്താദിനെയും മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട് അനന്തപുരിയിലെത്തുന്ന പ്രിയപ്പെട്ട സംഘാടകരെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി വിശാലമായി അനന്തപുരി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഒരു പുതിയ ചരിത്ര മുഹൂർത്തത്തിന് വഴിമാറുന്ന മനോഹരമായ രംഗം. വർഗീയതയും വിദ്വേഷങ്ങളും വൈരാഗ്യവും ഒക്കെ വാഴുന്ന ഈ കെട്ട കാലത്ത് മനുഷ്യത്വത്തിൻ്റെ മഹത്തായ സന്ദേശവുമായി, മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി ആദരണീയരായ സുൽത്താനുലമായ എ പി ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയുടെ അതിബൃഹത്തായ സമാപന സമ്മേളനം, അതിൻ്റെ വേദിയിലാണ് നമ്മളുള്ളത്. ഇവിടെ വേദി ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ജില്ലാ നേതൃത്വങ്ങളും സംസ്ഥാന നേതൃത്വങ്ങളും ഒക്കെ ഇവിടെ പലരുമുണ്ട്. അവരെല്ലാവരും നമ്മുടെ കേരള യാത്രയുടെ മഹത്തായ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള തകൃതിയായ ഒരുക്കങ്ങളിലാണ്. അൽഹംദുലില്ലാഹ്. വിശാലമായ ഗ്രൗണ്ടാണ്. ഏകദേശം നമ്മൾ മുമ്പ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, അതായത് പാളയത്തുള്ള കഴിഞ്ഞ കേരള യാത്രയൊക്കെ നടന്നത് അവിടെയാണ്. പക്ഷെ അവിടെ കലോത്സവവുമായി ബന്ധപ്പെട്ട ചില പ്രോഗ്രാമുകൾ നടക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ കിഴക്കേക്കോട്ടയിലുള്ള ഗാന്ധി പുത്തരിക്കണ്ടം മൈതാനം, കിഴക്കേക്കോട്ടയിലുള്ള പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ പ്രോഗ്രാം ഉള്ളത്. അൽഹംദുലില്ലാഹ്. നമ്മുടെ നേതാക്കന്മാരെയും അനുയായികളെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിശാലമായ, എന്നാൽ നമുക്ക് ജനലക്ഷങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് വെച്ചാൽ അത്രയ്ക്കും നമുക്ക് സൗകര്യപ്പെട്ടൊരു സ്ഥലം ഇതാണ്. ആ നിലയ്ക്കൂടെ കിട്ടിയെന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് വിശാലമായ സ്ഥലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം അത് വളരെ വലിയ, ഈ കാലത്ത് ശരിക്ക് എ പി ഉസ്താദ് നടത്തുന്ന വലിയ ഒരു ചരിത്രപരമായ ഭയങ്കര സംഭവമാണത്, അല്ലേ? ഇന്നിപ്പോൾ എല്ലാ നേതാക്കന്മാരും പലപ്പോഴും വർഗീയതയും വിദ്വേഷവും ഭിന്നിപ്പും അനൈക്യവും ഛിദ്രതയും ഒക്കെ പറയുന്ന കാലത്ത് നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ മനുഷ്യന്മാർക്കൊപ്പം ചേർന്ന് നിൽക്കണം. ഏതു മതമോ ഏതു ജാതിയോ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യണ്ട. നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യത്വത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ നടത്തുന്ന ഒരു വലിയ ചുവടുവെപ്പ്, ഒരു നിർണായകമായ ചരിത്ര നീക്കം, അതിന് സുൽത്താനുലമ കാന്തപുരം ഉസ്താദ് എക്കാലത്തും അങ്ങനെയായിരുന്നു. അവിടുന്ന് കഴിഞ്ഞ കേരള യാത്ര മാനവികതയെ ഉണർത്തുന്നു എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉസ്താദ് അവറുകൾ മനുഷ്യർക്കൊപ്പം, ഇങ്ങനെ മാനവികതയും മനുഷ്യത്വവും ഒക്കെ പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ആളുകളില്ലാതായിപ്പോയാൽ നമ്മുടെ നാടുകളൊക്കെ ഇല്ലാതായി പോകും. ഷെയ്ഖുനാ ഉസ്താദ് അവറുകൾക്ക് 90 വയസ്സ് കഴിഞ്ഞു. ഒരുപാട് ആയിരക്കണക്കിന് യത്തീമക്കളുടെ പിതാവായിരുന്നു അദ്ദേഹം. 10,000-കണക്കിന് ആലിമീങ്ങളെ കേരളത്തിന് സംഭാവന ചെയ്ത വലിയ പണ്ഡിത തേജസ്സാണ്. അവിടെ നിന്ന് വിശ്രമിക്കേണ്ട ഈ സമയത്ത് കേരളീയ ജനതയിൽ എന്തൊക്കെയോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. കേരളം ലോകത്തിന് മാതൃകയാണ്. സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിഷയത്തിൽ ലോകത്തിന് കേരളം മാതൃകയാണ്. നമുക്കിവിടെ ഫ്ലഡ് വന്നു, ഒരുപാട് പ്രയാസങ്ങൾ വന്നു. പക്ഷേ അതെല്ലാം കോവിഡ് വന്നു, എല്ലാം നമ്മൾ അതിജയിച്ചത് നമ്മൾ മറ്റേത് ലോകത്തെ തന്നെ ഏത് സ്ഥലത്തെക്കാളും വളരെ ഗംഭീരമായി നമ്മൾ അതിനെയൊക്കെ അതിജയിച്ചത് നമ്മുടെ ഈ ഒരുമ കൊണ്ടും സ്വരുമ കൊണ്ടുമാണ്. നമ്മുടെ നാട് നശിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? വർഗീയതയാണ്. നല്ല പ്രായമുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന പുതിയ കാലത്ത് എ പി ഉസ്താദ് മാഷാ അല്ലാഹ്, മക്കളെ അങ്ങനെയല്ല പറയാനുള്ളത്.
നമ്മൾ മാനവികതയുടെയും മനുഷ്യത്വത്തെ ഉണർത്തുന്ന മനുഷ്യർക്കൊപ്പമെന്ന സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും ദൂതുമായി മഹാനരായ സുൽത്താനുലമായ എ പി ഉസ്താദ് അവർ അങ്ങകലെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് നാളെ അനന്തപുരിയിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപനം കുറിക്കുമ്പോൾ ആ സമാപന വേദി അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. സഹോദരൻ പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ കേരള യാത്രയുടെ സമാപന സമ്മേളനം നടക്കുന്ന പുത്തരിക്കണ്ടം മൈതാനിയിലാണ് ഉള്ളത്. ഇവിടെ സമാപന സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പടുകൂറ്റൻ വേദിയും അതുപോലെ തന്നെ ഇവിടെ വരുന്ന സെന്റിനറി ഗാർഡ് ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് പ്രവർത്തകർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ ആർട്ട് വർക്കൊക്കെ ഇവിടെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-കണക്കിന് പ്രവർത്തകർ ഇന്ന് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംഘാടകരുടെ പ്രതീക്ഷകളൊക്കെ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം ഇവിടെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകർ നാളെ ഇവിടെ സംഗമിക്കും ഇൻഷാ അല്ലാഹ്. കേരള യാത്രയുടെ ഓരോ സമ്മേളനങ്ങളും സ്വീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ യാത്രകൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ജനബാഹുല്യം ഓരോ സമ്മേളന നഗരികളിലും നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാ മേഖലയിലുള്ള ആളുകളുടെയും പിന്തുണയും സഹകരണമൊക്കെ ഈ കേരള യാത്രയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഉസ്താദിനോടൊപ്പം കേരള യാത്രയോടൊപ്പം കേരളം സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെയും കണ്ടത്. അതിൻ്റെ കേരള യാത്രയുടെ സമാപന സമ്മേളനം നാളെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ ഇവിടെ ഒരു പാൽക്കടലായി മാറും ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം ഇൻഷാ അല്ലാഹ്. നാളത്തെ സമാപന സമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കാളികളാവണം ഇൻഷാ അല്ലാഹ്.